2014 തെരഞ്ഞെടുപ്പിന് മുമ്പ് ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദി എന്ന എന്നെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം എന്നെക്കുറിച്ച് എല്ലാവരും കൂടുതലായി പഠിക്കാനും എന്നെക്കുറിച്ച് ചർച്ച ചെയ്യാനും തുടങ്ങി. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, അതിൽ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് നരേന്ദ്രമോദിക്ക് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ച പരിചയം മാത്രമേ ഉള്ളൂ. ഒരുപക്ഷെ അദ്ദേഹത്തിന് രാജ്യത്താകെ ചില പരിചയങ്ങളുണ്ടാകാം. പക്ഷേ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് പ്രധാനമന്ത്രിയായി വിദേശ രാജ്യങ്ങളുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയുക, എങ്ങനെയാണ് ഭാരതത്തെ ആ തലത്തിലേക്ക് ഉയർത്താൻ കഴിയുക എന്നുള്ള ചർച്ചയായിരുന്നു അന്ന് മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത്. 2014 ഞാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിരുന്ന കാലത്ത് ഞാൻ അന്നും പറഞ്ഞത്, വിശ്വസിച്ചിരുന്നത്, തീർച്ചയായും ഭാരതത്തിന് ലോകത്തുള്ള ഒരു സ്ഥാനം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ അതൊരു തുടർച്ച മാത്രമാണ്. അതുകൊണ്ട് എനിക്കതിൽ ഭയമുണ്ടായിരുന്നില്ല. പക്ഷേ നരേന്ദ്രമോദി എന്ന നിലയിൽ എനിക്കൊരു തീരുമാനമുണ്ടായിരുന്നു. ഞാൻ പ്രധാനമന്ത്രിയായാൽ എൻ്റെ ഭാരതം മറ്റൊരു രാജ്യങ്ങൾക്ക് മുമ്പിലും തല കുനിച്ച് കണ്ണ് താഴ്ത്തി സംസാരിക്കില്ല. അതുപോലെ തന്നെ കണ്ണുകളുയർത്തി അവരോട് ആജ്ഞാസ്വരത്തിലും സംസാരിക്കില്ല. ഭാരതത്തിൻ്റെ നിലപാടുകൾ അവരുടെ കണ്ണുകളിൽ നോക്കി നേർക്ക് നേരെ നിന്ന് വ്യക്തമായി പറയുന്നു. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി തന്നെ പറയാം, എനിക്കൊരു തരത്തിലുള്ള അപകർഷതാബോധവും ഉണ്ടായിരുന്നില്ല. തീർച്ചയായും ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്, ചായ വിറ്റ് ജീവിച്ചിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ ആളുകളുടെ മുമ്പിൽ ഞാൻ എങ്ങനെ തല ഉയർത്തി നിൽക്കാൻ കഴിയും, ആ രീതിയിലുള്ള ഒരു ചിന്തയും എനിക്കുണ്ടായിരുന്നില്ല. ലോകത്തിലെ ഏത് പ്രധാനപ്പെട്ട നേതാക്കളെ കണ്ടാലും, ഏത് രാജ്യതലവന്മാരുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചാലും, ചിലരൊക്കെ എന്നേക്കാൾ ശരീരത്തിൽ വളരെ ഉയരവും തടിയുമുള്ളവരാണ്. ഞാൻ അവരെ കാണുമ്പോൾ ഞാൻ നരേന്ദ്രമോദിയായിട്ടല്ല അവർക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഞാൻ അവർക്ക് നേരെ ഹസ്തദാനത്തിനായി കൈ നീട്ടുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പിന്നിൽ 140 കോടി ജനങ്ങളുണ്ട് എന്ന വിശ്വാസമാണ്. ആ 140 കോടി ഭാരതീയരുടെ കരുത്തിൻ്റെ ബലത്തിൽ ഞാൻ ഒരാളോട് സംസാരിക്കുമ്പോൾ, ഞാൻ ഈ ലോകത്തെ നോക്കിക്കാണുമ്പോൾ എനിക്ക് ഈ ലോകം വളരെ ചെറുതായി മാത്രമാണ് തോന്നുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ രാജ്യത്തിന് ഒരു കുറവുകളുമില്ല എന്നാണ്. മറ്റേത് രാജ്യവുമായി താരതമ്യം ചെയ്തു നോക്കിയാലും കഴിവിൻ്റെ കാര്യത്തിലും സമ്പത്തിൻ്റെ കാര്യത്തിലും നമ്മുടെ രാജ്യത്തിന് ഒരു കുറവുകളുമില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കാണുമ്പോൾ പലർക്കും സംശയം തോന്നുന്നുണ്ടാവും, ആശ്ചര്യവും തോന്നുന്നുണ്ടാവും. ഈ നരേന്ദ്രമോദിക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ആളുകളോട് ഒരു ഭയവുമില്ലാതെ തങ്ങളുടെ നിലപാടുകൾ പറയാൻ കഴിയുന്നത് എന്നൊക്കെ സംശയം തോന്നുന്ന ആളുകളുണ്ടാവാം. ഈ രാജ്യതലവന്മാരും ചിന്തിക്കുന്നുണ്ടാവും, മുൻപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ രീതിയിലായിരുന്നില്ലല്ലോ ഞങ്ങളോട് പെരുമാറിയിരുന്നത്, അവരുടെ ശരീരഭാഷ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് അവർക്കും തോന്നിയിട്ടുണ്ടാവാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഇത്തരം ആളുകളോട് സംസാരിക്കുമ്പോൾ എപ്പോഴും വളരെ വ്യക്തമായാണ് കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥാ പ്രവചനങ്ങളിൽ പറയുന്നത് പോലെ മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന് ഞാൻ പറയാറില്ല. ആ രീതിയിൽ വളരെ ക്ലിയറായിട്ടാണ് ഞാൻ ഓരോ രാജ്യതലവന്മാരോടും സംസാരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് റഷ്യയിൽ നിന്ന് ഭാരതം പെട്രോളിയവുമായി ബന്ധപ്പെട്ട സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. കാരണം ലോകത്തെല്ലായിടത്തും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഭാരതത്തിന് ആര് വില കുറച്ച് നൽകുന്നു അവരിൽ നിന്ന് ഭാരതം വാങ്ങും. കാരണം എൻ്റെ മനസ്സിൽ ഭാരതത്തിൻ്റെ താല്പര്യം മാത്രമാണുള്ളത്. പല ആളുകളും എന്നോട് പറഞ്ഞു, റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ അമേരിക്കയ്ക്ക് ദേഷ്യമുണ്ടാകും. ഞാൻ അവരോട് പറഞ്ഞ മറുപടി ഇതാണ്, എനിക്ക് ഈ ലോകത്ത് ആരെങ്കിലും സന്തോഷിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് എൻ്റെ രാജ്യത്തെ 140 കോടി ജനങ്ങളെ മാത്രമാണ്, അല്ലാതെ വേറൊരാളെയും സന്തോഷിപ്പിക്കണം എന്നുള്ള ചിന്ത എനിക്കില്ല. പക്ഷേ അതേ സമയം തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിലിരുന്ന് റഷ്യൻ പ്രസിഡന്റ് പുടിനോട് ഇത് യുദ്ധത്തിൻ്റെ സമയമല്ല എന്ന് പറയാനുള്ള തൻ്റെ ഇടവും ഭാരതത്തിനുണ്ടായിരുന്നു. അങ്ങനെ പറയാനുള്ള തൻ്റെ ഇടവും ഭാരതം കാണിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ഭാരതത്തിൻ്റെ ഭാഷയിൽ വ്യത്യാസമുണ്ടായിട്ടുണ്ട്. നരേന്ദ്രമോദി പറയുന്നത് ഭാരതത്തിൻ്റെ ശബ്ദമാണെന്ന് മനസ്സിലാക്കേണ്ട ആളുകൾ മനസ്സിലാക്കുന്നുമുണ്ട്. അത് മനസ്സിലാക്കാനുള്ള വിവേകം ഇന്ന് ലോകത്തിനുണ്ട്. തീർച്ചയായും ഞാൻ പ്രധാനമന്ത്രിയായി വരുന്നതിന് മുമ്പ് ലോകരാജ്യങ്ങളുമായുള്ള ബന്ധം ഭാരതം സ്ഥാപിച്ചിരുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതായത് എല്ലാ രാജ്യങ്ങളോടും ഒരു കൃത്യമായ അകലം പാലിച്ചുകൊണ്ട് ഒരു സമാധാനപരമായി ഭാരതം നിലനിൽക്കുക എന്നുള്ള സമീപനമായിരുന്നു ഭാരതം മുൻകാലങ്ങളിൽ സ്വീകരിച്ചിരുന്നത്. പക്ഷേ ഞാൻ വന്നതിന് ശേഷം അതിൽ നിന്ന് ചെറിയൊരു മാറ്റം വരുത്തി. എല്ലാ രാജ്യങ്ങളോടും എത്ര കൂടുതൽ അടുപ്പം കാണിക്കാൻ കഴിയുമോ അങ്ങനെ ചെയ്യാനാണ് എൻ്റെ ഭരണകാലത്ത് ഞാൻ ശ്രമിച്ചത്. ആ രീതിയിൽ ഭാരതം എയോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ ബിക്ക്, ഭാരതം 140 കോടി ജനസംഖ്യയുള്ള രാജ്യമാണ്, ഭാരതത്തോട് എ കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ തീർച്ചയായും എനിക്കും അങ്ങനെ അടുപ്പം കാണിക്കേണ്ടതുണ്ട്, ആ അടുപ്പം നിലനിർത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യം എന്ന് ബി ചിന്തിച്ചുകൊണ്ട് ബിയും നമ്മളോട് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അത് കാണുമ്പോൾ സി എന്ന് പറയുന്ന രാജ്യത്തിനും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി, ഡിക്കും അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകാൻ തുടങ്ങി. അങ്ങനെ ഭാരതം ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായി മാറി. എല്ലാ രാജ്യങ്ങളും ഭാരതത്തോട് കൂടുതൽ അടുപ്പം കാണിക്കാൻ തുടങ്ങി.
ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. എനിക്ക് ഇസ്രയേലിൽ പോകണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രാജ്യത്തെ ഈ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന വിഭാഗമുണ്ടല്ലോ, അവരൊക്കെ എന്നോട് പറഞ്ഞു, ഭാരതത്തിന് ഒരു നിലപാടുണ്ട്, നമ്മൾ ഇസ്രയേലിൽ പോവുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ അതേ ദിവസം നമ്മൾ പാലസ്തീനെ സന്ദർശിക്കണം. കാരണം നമ്മുടെ നാട്ടിലെ സെക്യുലറിസം എന്ന് പറയുന്നത് അങ്ങനെയാണ്. കാരണം ആരെങ്കിലും ഹനുമാൻ സ്വാമിയെ പൂജിക്കാനായി അമ്പലത്തിൽ പോയാൽ ഇഫ്താർ പാർട്ടി നടത്തണം. അതാണ് ഈ രാജ്യത്തെ സെക്യുലറിസം എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. ഞാൻ തീരുമാനിച്ചു, ഞാൻ സ്റ്റാൻഡ് അലോൺ യാത്ര തന്നെ ചെയ്യുകയുള്ളൂ. പോവുകയാണെങ്കിൽ ഇസ്രയേലിൽ മാത്രം പോയി തിരിച്ചു വരും. പാലസ്തീനിൽ പോവുകയാണെങ്കിലും പാലസ്തീനിലേക്ക് മാത്രം പോയി തിരിച്ചു വരും. നമ്മുടെ രാജ്യം തുടർന്നു പോരുന്ന ഒരു രീതിയുണ്ടല്ലോ, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, സുഖിപ്പിക്കാൻ വേണ്ടി. അങ്ങനെ ലോകത്തിനു മുമ്പിൽ നാടകം കളിച്ച് ബോധ്യപ്പെടുത്തി ഒന്നും നേടേണ്ട ആവശ്യം ഭാരതത്തിനില്ല എന്ന് ഞാൻ ആദ്യമേ തീരുമാനിച്ചു. അങ്ങനെയാണ് ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായൊരു പ്രധാനമന്ത്രി ഇസ്രയേലിൽ പോകുന്നത് ഞാനാണ്. പോവുകയും ചെയ്തു. സമാധാനപരമായി ആ സന്ദർശനം പൂർത്തിയാക്കി ഞാൻ തിരികെ വരികയും ചെയ്തു. ഇസ്രയേലിൽ പോയി വന്നതിന് ശേഷം 2 മാസത്തിന് ശേഷം പാലസ്തീനിൽ പോകാനുള്ള തീരുമാനം ഞാൻ എടുത്തു. അതും നേരിട്ട് പാലസ്തീനിൽ തന്നെ പോകും. ആ സമയത്ത് ഇസ്രയേലിൽ പോകില്ല എന്ന് എനിക്ക് വ്യക്തമായ തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ നേരെ പാലസ്തീനിലേക്ക് പോയി. പക്ഷേ പാലസ്തീൻ സന്ദർശിക്കാനുള്ള ആ സമയത്ത് ചില ലോജിസ്റ്റിക്സ് പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് ജോർദാനിൽ നിന്ന് പാലസ്തീനിലേക്ക് പോകാൻ ഹെലികോപ്റ്റർ അത്യാവശ്യമായി വന്നു. അപ്പോൾ ജോർദാനിലെ രാജാവ് എന്നോട് പറഞ്ഞു, താങ്കൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടി ഭാരതത്തിൽ നിന്നും ഹെലികോപ്റ്റർ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ ഹെലികോപ്റ്റർ ഞാൻ താങ്കൾക്ക് വേണ്ടി നൽകാം എന്ന് ജോർദാനിലെ രാജാവ് എന്നോട് പറഞ്ഞു. വെറും 2 മാസത്തിന് മുമ്പ് ഇസ്രയേലിൽ പോയിട്ട് വന്ന ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് ജോർദാനിലെ രാജാവ് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഹെലികോപ്റ്ററിൽ പാലസ്തീനിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. ഇതുമാത്രമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോർദാൻ രാജാവിൻ്റെ ഹെലികോപ്റ്ററിൽ ഞാൻ പാലസ്തീനിലേക്ക് പോകുമ്പോൾ ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ 6 വിമാനങ്ങൾ, ഇസ്രയേൽ എയർഫോഴ്സിൻ്റെ 6 യുദ്ധവിമാനങ്ങൾ എൻ്റെ ഹെലികോപ്റ്ററിന് എസ്കോട്ടായി എന്നോടൊപ്പം വരികയാണ് പാലസ്തീനിലേക്ക്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന അംഗീകാരം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിക്ക് ജോർദാൻ ആദരവ് നൽകുന്നു, അതിനോടൊപ്പം ഇസ്രയേൽ ആദരവ് നൽകുന്നു, പോകുന്നത് പാലസ്തീനിലേക്ക്. ഞാൻ പാലസ്തീനിലേക്കാണ് പോകുന്നതെന്ന് ഇസ്രയേലിന് അറിയുകയും ചെയ്യാം. ഞാൻ ഇസ്രയേലിൽ 2 മാസത്തിന് മുമ്പ് പോയിട്ടാണ് വന്നതെന്ന് പാലസ്തീനും അറിയാം. ഭാരതത്തിന് ലഭിച്ച ആദരവാണത്. 140 കോടി ഭാരതീയർക്ക് ലഭിച്ച ആദരവാണത്. ഇപ്പോൾ തന്നെ നോക്കൂ, ഇറാനിലെ ഛബാർ തുറമുഖവുമായി ഭാരതം ഒരു ദീർഘകാല കരാറുണ്ടാക്കിയിട്ടുണ്ട്. ആ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിൽ പോലും ഭാരതം പങ്കാളിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, സെൻട്രൽ ഏഷ്യയുടെ ഒരു പ്രധാനപ്പെട്ട ഗെയിം ചേഞ്ചറായി മാറാൻ പോവുകയാണ് ഇറാനിലെ ഛബാർ തുറമുഖം. അതിൻ്റെ നേട്ടം ഭാരതത്തിനും കൂടിയാണ് ലഭിക്കാൻ പോകുന്നത്. ഇതേ ഇറാനുമേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേ ഇറാനുമായി ഇസ്രയേൽ ഏതാണ്ട് യുദ്ധത്തിൻ്റെ വക്കിൽ വരെ എത്തിയിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരേ സമയം ഇതേ ഇറാനോടും അമേരിക്കയോടും ഇസ്രയേലിനോടും നല്ല ബന്ധം പുലർത്താൻ ഭാരതത്തിന് കഴിയുന്നു. ദുഃഖകരമാണ്, ഇറാൻ്റെ പ്രസിഡന്റ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തു. അദ്ദേഹവുമായി എനിക്ക് നല്ല ബന്ധമാണുള്ളത്. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഭാരതത്തിലെ അലിഗഡ് യൂണിവേഴ്സിറ്റിയുമായി വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട്. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഞാൻ അഗാധമായ ദുഃഖം രേഖപ്പെടുത്താനും കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ മാത്രം മുൻനിർത്തിക്കൊണ്ട്, നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൃത്യമായ നിലപാടുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ ലോകത്തിന് നമ്മളോട് യാതൊരു ശത്രുതയും കാണിക്കേണ്ട കാര്യമില്ല. പക്ഷേ അത് തുറന്നു പറയാനുള്ള ധൈര്യം നമുക്കുണ്ടാകണം. മുൻകാലങ്ങളിലെ പ്രധാനമന്ത്രിമാർ ആ തരത്തിൽ ഭാരതത്തിൻ്റെ ഈ ശക്തി തിരിച്ചറിഞ്ഞിരുന്നില്ല, അവരത് ഉപയോഗപ്പെടുത്തിയിരുന്നില്ല. ഞാനത് ഉപയോഗപ്പെടുത്തുന്നു, അതാണ് വ്യത്യാസം. ഇതുപോലെ തന്നെ പ്രശ്നമുള്ള മറ്റ് 2 രാജ്യങ്ങളാണ് ജപ്പാനും കൊറിയയും. അതായത് ലോകത്തിലെ ഏത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി കൊറിയയിൽ പോയാൽ അതിനോടൊപ്പം ജപ്പാനിലും പോകും, ജപ്പാനിൽ പോവുകയാണെങ്കിൽ അതിനോടൊപ്പം കൊറിയയിലും പോകും. കാരണം ആ രീതിയിലാണ് ലോകം ഇതിനെ കണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അവർ ഇതിനെ ഒരു ഇൻസൾട്ടായിട്ടാണ് കരുതുന്നത്. കാരണം എന്തുകൊണ്ട് ഞങ്ങളെ മാത്രമായി കാണാൻ ഒരു രാജ്യവും വരുന്നില്ല? എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്ലബ്ബ് ചെയ്ത് മറ്റു രാജ്യങ്ങൾക്ക് വരേണ്ടി വരുന്നത്? ഞാൻ തീരുമാനിച്ചു, ഞാൻ കൊറിയയിൽ വരികയാണെങ്കിൽ ആ സമയം ജപ്പാനിൽ പോകില്ല. അങ്ങനെ നേരെ ഞാൻ കൊറിയയിലേക്ക് പോയി. പിന്നീട് ജപ്പാൻ സന്ദർശിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായി ഞാൻ പോകുമ്പോൾ അന്ന് കൊറിയയിൽ ഞാൻ പോയതുമില്ല. അത് കാരണം കൊറിയയ്ക്കും മനസ്സിലായി, ജപ്പാനും മനസ്സിലായി, ഞങ്ങളെ വളരെ കൃത്യമായി ഭാരതം മനസ്സിലാക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ മറ്റേതൊരു രാജ്യത്തോടും തോന്നുന്നതിനേക്കാൾ കൂടുതൽ നല്ല ബന്ധം കൊറിയയ്ക്കും ജപ്പാനും ഇന്ന് ഭാരതത്തിനോടുണ്ട്.
അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എൻ്റെ നിലപാടുകൾ തീർത്തും വ്യത്യസ്തമാണ്. മുൻകാലങ്ങളിൽ എന്താണ് തുടർന്നു പോന്നിരുന്നത് അതേ രീതിയിൽ തന്നെ തുടർന്നു പോകണം അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് വളരെ കൃത്യമായ ഒരു വിഷനുണ്ട്. ആ വിഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. നിർഭാഗ്യമെന്ന് പറയട്ടെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഭാരതത്തെയും ഭാരതത്തിൻ്റെ സർക്കാരിനെയും ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെയും അംഗീകരിക്കുമ്പോൾ, ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞതുപോലെ ഉക്രൈൻ യുദ്ധസമയത്ത് ഒരു പാകിസ്ഥാൻ പൗരൻ ഇന്ത്യൻ പതാകയുമായിട്ടാണ് ആ യുദ്ധമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടത് എന്ന് താങ്കൾ ഇപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ ഭാരതത്തിൻ്റെ വളർച്ച, മോദിക്ക് ലഭിക്കുന്ന അംഗീകാരം, ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിൽ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുകൾ ഭാരതത്തിൽ ഒരുപാടുണ്ട്. ഞാൻ അത്തരം ആളുകളോട് പറയുന്നത്, നിങ്ങൾക്ക് ഇതൊന്നും സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മിണ്ടാതിരിക്കാനുള്ള മര്യാദയെങ്കിലും കാണിക്കണം. ഈ രാജ്യത്തിരുന്നു കൊണ്ട് ഈ രാജ്യത്തെ കുറ്റം പറയാൻ ശ്രമിക്കരുത്. എന്തൊരു കഷ്ടമാണിത്. ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിശ്വസിക്കാൻ പോലും തയ്യാറാകാത്ത മാധ്യമങ്ങളും നമ്മുടെ സ്വന്തം രാജ്യത്തുണ്ട്. ഞാൻ തീർച്ചയായും എല്ലാ കാര്യങ്ങളെയും വ്യക്തമായി മനസ്സിലാക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഫോളോ അപ്പ് ചെയ്യാനും ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ്. അത് മുഖ്യമന്ത്രി ആയിരുന്ന കാലത്തും ഞാൻ അങ്ങനെ തന്നെയാണ് തുടർന്നിരുന്നത്. പ്രധാനമന്ത്രി ആയതിനു ശേഷം നേപ്പാളിൽ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഗുജറാത്തിൽ ഞാൻ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റപ്പോഴാണ് അവിടെയും വലിയ ഭൂകമ്പം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിനെ വ്യക്തമായി മാനേജ് ചെയ്ത ഒരാളെന്ന നിലയിൽ ഞാൻ തന്നെ നേരിട്ട് മുൻകൈയെടുത്ത് കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ ശ്രമിച്ചു. സാധാരണ ലോകത്ത് ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളാണ് സഹായവുമായി എത്തുന്നത്. ഞാൻ അപ്പോൾ തന്നെ തീരുമാനിച്ചു, നേപ്പാൾ എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ തൊട്ടടുത്താണ്. ഏതാണ്ട് 40-ലധികം രാജ്യങ്ങളിലെ പൗരന്മാർ അവിടെ അപകടത്തിൽപ്പെട്ടിരിക്കുന്നു. തീർച്ചയായും അവരെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഭാരതത്തിനാണ് എന്ന് ഞാൻ തീരുമാനിച്ചു. ഭാരതം ഇടപെട്ട് ഈ 40-ലധികം രാജ്യങ്ങളിലെ പൗരന്മാരെ രക്ഷിക്കുന്നതിൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. അതിനുശേഷം ലോകത്ത് എല്ലായിടത്തും ഉണ്ടാകുന്ന അപകടങ്ങളിൽ ഭാരതം ആ രീതിയിൽ ഇടപെടാൻ തുടങ്ങി. കോവിഡിൻ്റെ തുടക്കകാലത്ത് ചൈനയിൽ നിന്ന് വളരെ വ്യാപകമായ ഒരു ഒഴിപ്പിക്കലുണ്ടായിരുന്നു. ചൈനയിലുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ ആളുകളെയും ഭാരതമാണ് രക്ഷിച്ച് അവരവരുടെ രാജ്യങ്ങളിൽ എത്തിച്ചത്. യമനിൽ രൂക്ഷമായ പ്രശ്നമുണ്ടായപ്പോഴും സുഡാനിൽ വളരെ വലിയ ആഭ്യന്തര കലാപമുണ്ടായപ്പോൾ അവിടെയുള്ള ഭാരതീയരെ രക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിലെ പൗരന്മാരെയും ഭാരതം രക്ഷിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അത് റഷ്യ ഉക്രൈൻ യുദ്ധസമയത്താണെങ്കിലും അതുപോലെ തന്നെ തുർക്കിയിൽ ഭൂകമ്പമുണ്ടായപ്പോഴും ഭാരതം വളരെ പെട്ടെന്ന് തന്നെ ഇടപെട്ട് അവരെ സഹായിക്കുന്ന തലത്തിലേക്ക് ഭാരതം ആ രീതിയിൽ മറ്റു രാജ്യങ്ങളെ വളരെ പെട്ടെന്ന് നേരിട്ട് സഹായിക്കുന്ന ഒരു ശക്തിയായി ഇന്ന് മാറിയിട്ടുണ്ട്. ഇന്ന് അതേ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ചില പ്രത്യേക ഘട്ടങ്ങളിൽ ഭാരതത്തിൻ്റെ അഭിപ്രായം തേടാൻ തുടങ്ങിയിരിക്കുന്നു.